എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയാമല്ലോ, വീടുകളുടെ കമ്പികൾക്കും മറ്റും അടിക്കുന്ന പല പെയിന്റുകളും നിങ്ങൾക്കറിയാം. ഇന്ന് ഞാൻ അതിനു വേണ്ടി അനുയോജ്യമായ ഒരു പെയിന്റാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. സാധാരണ എല്ലാ ഗതിയിലും എല്ലാവർക്കും അറിയുന്ന ഒരു ഐറ്റം തന്നെയാണ്, എങ്കിലും ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാണ് എപ്പോക്സി. എപ്പോക്സി പലതിനുമുണ്ട്. ടൈലിന് ഉപയോഗിക്കുന്ന എപ്പോക്സി അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും എല്ലാവരും. ഈ എപ്പോക്സി പലരും കേട്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവാത്തവരുമുണ്ട്. അതുകൊണ്ട് ഇതാണ് എപ്പോക്സി സിംഗിൾ പാക്ക് എന്ന് പറയും. ഈ എപ്പോക്സി നോർമലായി ഉപയോഗിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കമ്പി വെച്ച് റൂഫിംഗ് ഷീറ്റ് അടിച്ച് മെറ്റൽസ് ചെയ്യുന്ന പലയിടങ്ങളിലും ഈ എപ്പോക്സിയാണ് കൊണ്ടുപോയി അടിക്കാൻ. ഈ എപ്പോക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപയോഗം ഞാൻ പറയാം. ഇത് അടിച്ചു കഴിഞ്ഞാൽ തുരുമ്പെടുക്കില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. അതുപോലെ തന്നെ ടിന്നർ ഉപയോഗിച്ച് ഇത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലാകാലങ്ങളോളം ഇത് നിൽക്കുന്നുണ്ടെന്ന് കമ്പനി വാറന്റി ഉള്ള സാധനമാണ് ഇതെല്ലാം. അതുപോലെ തന്നെ ഇത് നല്ല ക്ലിയർ ആണ്, അതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വളരെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. നമ്മൾ ടിന്നർ ഉപയോഗിച്ച് എപ്പോക്സി കോട്ടിങ് അടിക്കുമ്പോൾ ഒരു 2 കോട്ടിങ് അടിക്കും. അതായത് ഒരു കോട്ടിങ് അടിച്ച് നമ്മൾ ആ അപ്പർ സൈഡിൽ നിന്ന് ഇപ്പർ സൈഡിൽ എത്തുമ്പോഴത്തേക്ക് മുമ്പാകെ ഉണങ്ങിയിട്ടുണ്ടാവും. അതുപോലെ ഒരു കമ്പി എടുക്കുമ്പോൾ അതിന്റെ 4 സൈഡും റൗണ്ടിൽ മൊത്തമായിട്ട് അടിച്ച് ഫിനിഷ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. ഇതിന് കുറച്ച് വ്യത്യസ്തമായ കളറുകളാണുള്ളത്. ഇത് പല കമ്പനിയുടെയും ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കാണിച്ചു തന്നെ നിങ്ങൾ വിനോലാക്സ് എന്ന കമ്പനിയുടെ എപ്പോക്സിയാണ്. ഇത് തേക്ക് വുഡാണ്. തേക്ക് വുഡ് എന്ന് പറയുന്ന ഒരു പ്രത്യേക കളറാണ്. ഇത് പലരും എൻക്വയറി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഇവിടെ വെച്ചിരിക്കുന്നത്. തേക്ക് വുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, തേക്ക് സ്പെഷ്യലിന്റെ ഒരു കളറിൽ വരുന്ന ഒരു കളറാണ്. അതായത് ഒരു യെല്ലോ ഷെയ്ഡ്, ഒരു മഞ്ഞ കൂടി വരുന്ന ഒരു എപ്പോക്സിയാണ് ഇത്. പലർക്കും ഇത് അറിയില്ല. നമ്മുടെ കടയിൽ ഇത് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇതാണ് തേക്ക് വുഡ് എന്ന് പറയുന്നത്. വിനോലാക്സ് കമ്പനിയുടെ തേക്ക് വുഡ് എന്ന ഒരു ഐറ്റമാണിത്. ഇത് എപ്പോക്സിയാണ്, സിംഗിൾ പാക്ക് ആണ്. സാധാ ടിന്നർ ഉപയോഗിച്ച് നമുക്ക് അടിക്കാവുന്നതാണ്. നമുക്ക് അടുത്തത് വേറെ ഇതിന്റെ കുറെ കളറുകളുണ്ട്, വേറെ കമ്പനിയുടേതുമാണ്. ഇത് നമുക്ക് അടുത്ത കളർ കാണാം. ഇതാണ് ഗ്രേ. ഏറ്റവും കൂടുതൽ എൻക്വയറിയും ഏറ്റവും കൂടുതൽ നമ്മൾ വിറ്റഴിക്കുന്നതുമായ ഒരു കളറാണ് ഗ്രേ. സാധാ നോർമൽ ഗ്രേ ആണ് ഇത് വരുന്നത്. ഒരു കുറച്ച് ഡാർക്ക്, കുറച്ച് ലൈറ്റ്, ഒരു മീഡിയം കളറാണ് ഈ ഗ്രേയിൽ വരുന്നത്. അതുപോലെ അടുത്ത കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ഇപ്പൊ നിങ്ങൾക്ക് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, സാധാ ബ്ലാക്ക്, കറുപ്പ് കളറാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇത് വേറൊരു കമ്പനിയുടെയാണ്. ഇത് വാൾമാക്സ് എന്ന കമ്പനിയുടെയാണ്. വാൾമാക്സ് എന്ന കമ്പനിയുടെ ബ്ലാക്ക് കളറാണിത്. സാധാ എപ്പോക്സി തന്നെ, സിംഗിൾ പാക്ക് വരുന്ന എപ്പോക്സികളാണ് ഇതൊക്കെ. അതുപോലെ ഇത് ബ്രിട്ടീഷ് എന്ന കമ്പനിയുടെ ഡാർക്ക് ഗ്രേ ആണ്. അതായത് ഓരോ കമ്പനിയുടെയും കളറുകൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇത് ബ്രിട്ടീഷ് എന്ന കമ്പനിയുടെ, ബ്രിട്ടീഷ് പെയിന്റ്സിന്റെ ഡാർക്ക് ഗ്രേ, പോയിന്റ് ഗ്രേ എന്നായിരിക്കും ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ ഇത് ട്രൂകോട്ട് എന്ന കമ്പനിയാണ്. ട്രൂകോട്ട് എന്ന കമ്പനിക്ക് എപ്പോക്സി ഗ്രേയും ബ്ലാക്കും റെഡും വൈറ്റും തുടങ്ങിയ 5-6 കളറുകൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ട്രൂകോട്ട്. ട്രൂകോട്ടിന്റെ എല്ലാ എപ്പോക്സികൾക്കും വളരെ എൻക്വയറി, നല്ല പ്രൊഡക്റ്റുമാണ്. ഇതിന് നല്ല ലാസ്റ്റിംഗ് ഉണ്ട്. ഇതിപ്പോ ഞാൻ കാണിച്ചിരിക്കുന്ന ഗ്രേ ആണോ. അതുപോലെ ഈ കളർ, ഇത് റെഡ് ആണ്. റെഡ് ഒന്നും മറ്റു കമ്പനികൾക്ക് അങ്ങനെ ഇല്ലാത്തൊരു കളറുകളാണ്. റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുവപ്പാണ്. അതുപോലെ വൈറ്റ് ഉണ്ട്. നിലവിൽ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അത് കാണിച്ചു തരാത്തത്. അപ്പൊ ഇത്രയധികം കളറുകൾ. ബ്ലാക്ക്, ഗ്രേ എപ്പോഴും പോകുന്ന 2 കളറുകളാണ്, ബ്ലാക്കും ഗ്രേയും. അതുപോലെ ബാക്കിയുള്ള കളറുകളെല്ലാം വളരെ റെയർ ആയിട്ടാണ് പോകുന്നത്. എങ്കിലും എൻക്വയറിക്ക് അനുസരിച്ച് നമ്മളെല്ലാം സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ ഇതിന് ക്വാണ്ടിറ്റി വരുന്നത് 1 ലിറ്ററും 1/2 ലിറ്ററും മാത്രമാണ് വരുന്നത്. 1 ലിറ്ററും 1/2 ലിറ്ററുമാണ് എപ്പോക്സിക്ക് ക്വാണ്ടിറ്റി വരുന്നത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, എപ്പോക്സികളിൽ ടർപ്പന്റ് ഉപയോഗിക്കാൻ പാടില്ല. എപ്പോക്സികളിൽ തിന്നർ മാത്രമാണ് ഉപയോഗിക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഡൈലൂട്ട് ചെയ്യുമ്പോൾ മറ്റു സാധനങ്ങൾ ഡൈലൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോക്സി പിരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ വിനോലാക്സ് എന്ന കമ്പനിയുടെ നമ്മൾ എപ്പോക്സി ഉപയോഗിക്കുമ്പോൾ വിനോലാക്സ് കമ്പനിയുടെ തന്നെ, അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന അവരുടെ ടിന്നർ തന്നെ ഉപയോഗിക്കാനാണ് കമ്പനി പറയുന്നത്. അല്ലാതെ മറ്റു കമ്പനികളുടെ ടിന്നറുകൾ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അവരുടെ കമ്പനിയുടെ, അതായത് വിനോലാക്സിന്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ അവരുടെ തന്നെ ടിന്നറുകളും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ബാക്കിയുള്ള കമ്പനികളുടെ എപ്പോക്സികൾ ഉപയോഗിക്കുമ്പോൾ മറ്റു കുഴപ്പമൊന്നുമില്ല. സാധാ നോർമലായ ടിന്നറുകൾ നമുക്ക് ഉപയോഗിക്കാം. അത് വീര്യം കൂടിയ ടിന്നർ ഉപയോഗിച്ചാലും ഒരു മീഡിയം ലെവലിലുള്ള ടിന്നറുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും ലോ ക്വാളിറ്റി ടിന്നറുകൾ എപ്പോക്സിക്ക് ഉപയോഗിക്കാതിരിക്കുക. കാരണം നമ്മളിത് തുരുമ്പ് പിടിക്കാതിരിക്കുക എന്നതാണ് എപ്പോക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളൊരു ക്വാണ്ടിറ്റിയിൽ ഒരു സാധനം, ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട്. ഇത് 400 സംതിങ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. അതിപ്പോ ട്രൂകോട്ടിന്റെ ഒക്കെ ആണെങ്കിൽ 450 മേലെ റേറ്റ് വരുന്നുണ്ട്. വൈറ്റിനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 500 മേലെയൊക്കെ റേറ്റ് വരുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ടിന്നർ ഉപയോഗിക്കുമ്പോൾ വില കുറഞ്ഞ ടിന്നർ ഉപയോഗിക്കുക. എപ്പോക്സിക്ക് വില കൂടുതലായതുകൊണ്ട് എന്ന് ഒരിക്കലും നമ്മൾ അതിന്റെ മാർജിൻ കണക്കാക്കരുത്. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്തുപയോഗിക്കുക, അതിനാവശ്യമായ ടിന്നർ ആവശ്യമായ അളവിൽ മാത്രം ഡൈല്യൂട്ട് ചെയ്യുക. എപ്പോക്സി നമ്മൾ ഏത് ടിൻ ഷീറ്റ്, അതുപോലെ തന്നെ റൂഫിംഗ് ഷീറ്റിന്റെ അടിയിൽ ചെയ്യുന്ന കമ്പികൾ, അതുപോലെ നമ്മുടെ കാർ പോർച്ചുകൾ, അതുപോലെ ടെറസിന്റെ ഭാഗത്തേക്ക് കയറുന്ന സ്റ്റെയറിന്റെ കമ്പികൾ, അവിടെയൊക്കെ നമ്മൾ എന്താക്കുക, ഈ എപ്പോക്സി അടിച്ചു കൊടുക്കണം. ഇതൊരു കാര്യം പറഞ്ഞോട്ടെ, എപ്പോക്സി അടിക്കുന്നതിന് മുമ്പ് നമ്മൾ നൈസ് പേപ്പർ, വാട്ടർ പേപ്പർ ഉണ്ട്, നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. വാട്ടർ പേപ്പർ എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. നമ്മൾ തുരുമ്പിനെ ഉരച്ച് കളയാൻ ഉപയോഗിക്കുന്ന സാധനമാണ് വാട്ടർ പേപ്പർ എന്നത്. അപ്പോൾ വാട്ടർ പേപ്പർ ഒരു നൈസായ ക്വാണ്ടിറ്റി, ഒരു ചെറിയ നമ്പർ വാട്ടർ പേപ്പർ എടുത്തിട്ട്, ഒരു 120 മറ്റും വാട്ടർ പേപ്പർ എടുത്തിട്ട് നമ്മൾ എന്താക്കുക, നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന ആ കമ്പിയിൽ എന്താക്കുക, ഉരച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടിന്നർ ഉപയോഗിച്ച് തുടയ്ക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. അതിനുശേഷം എപ്പോക്സി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ചെയ്ത് നമ്മൾ എന്തായാലും പേപ്പർ ഇട്ട് തുടയ്ക്കണം എന്നുള്ളത് മസ്റ്റായ കാര്യമാണ്. പേപ്പർ ഇട്ട് തുടച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ എപ്പോക്സി കോട്ടിങ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ഞാൻ ഗ്യാരണ്ടി തരുന്നു. ഒരു 2-3 വർഷത്തേക്കൊന്നും ഒന്നും പറ്റില്ല. 3 വർഷം ഞാനൊരു മിനിമം പറയുന്നതാണ്. ഒരു 5-6 വർഷത്തേക്കൊന്നും യാതൊരുവിധ അതിന് ഇളകി പോവാട്ടെ, ഇല്ലെങ്കിൽ തുരുമ്പ് പിടിക്കുവാട്ടെ. പിന്നെ മഴയും വെയിലും ഒക്കെ വല്ലാണ്ട് ഇങ്ങനെ നമ്മൾ സ്റ്റെയർ ഒക്കെ അടിക്കുമ്പോൾ പുറത്തു കൂടിയുള്ള സ്റ്റെയറുകൾ ഉണ്ടാവും. അതിനെന്താവും, ചിലതിങ്ങനെ ഒരു അപ്സ്റ്റെയറിന്റെ മേലോട്ട് നമ്മൾ എന്ത് ചെയ്യും, സാധാ ഇരുമ്പിന്റെ സ്റ്റെയർ ആയിരിക്കും കൊടുക്കുക കൂടുതൽ പേരും. അവിടെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു 2-3 വർഷം യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലാണ്ട് അങ്ങനെ തന്നെ നിൽക്കും. അത് നമ്മൾ പേപ്പർ ഇട്ടിട്ടാണ് ഞാൻ പറഞ്ഞ രീതിയിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കും, അതിനൊരു കുഴപ്പവുമില്ല. പിന്നെ മഴയും വെയിലും ഒന്നും അടിക്കാതെ നമ്മൾ ഈ ഷോപ്പുകളൊക്കെ ചെയ്യുമ്പോൾ ഷോപ്പുകളിൽ നമ്മൾ ഈ ട്രാക്ക് അടിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എന്താക്കും, ഇരുമ്പിന്റെ പൈപ്പ് ഉപയോഗിച്ചുള്ള ട്രാക്കുകളാണ് അടിക്കുന്നതെങ്കിൽ അവിടെ എപ്പോക്സി നമ്മൾ ചെയ്യും. ഈ എപ്പോക്സികൾ കൊണ്ട് അടിച്ചു കഴിയുമ്പോൾ അവിടെ എന്താവില്ല, യാതൊരുവിധ കുഴപ്പവും ഉണ്ടാവില്ല. അവിടെ നമ്മൾ മഴയും വെയിലും ഒന്നും അടിക്കുന്നില്ല. ഇതിന്റെ ട്രൂക്കോട്ടിന്റെ ഒക്കെ കമ്പനീന്റെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല. നിങ്ങളുടെ പേജിൽ കാണുന്നുണ്ടാവും. ഇത് നമ്മൾ ട്രൂക്കോട്ടിന്റെ കമ്പനീന്റെ തന്നെ അടിച്ചിരിക്കുന്നതാണ്. ഇതിപ്പോ ഒരു 5-6 വർഷമായി നമ്മൾ ഇത് അടിച്ചിട്ട് ഇതിനൊന്നും ഇതൊന്നും പൊളിയുവോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇത് വിത്ത് പ്രൂഫ് അടക്കമാണ് കാണിക്കുന്നത്. യാതൊരുവിധ കംപ്ലൈന്റുകളും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞിരുന്നു, ഒരു 400, 450, 500 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഞാൻ ഇത് കൃത്യമായ ഒരു പ്രോപ്പർ റേറ്റ് പറയാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പല കമ്പനീന്റെയുമാണ്. അപ്പൊ അതിന് പല വിലകളായിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതിന്റെ ക്വാണ്ടിറ്റി വരുന്നത് 1 ലിറ്റർ, 1/2 ലിറ്റർ. പിന്നെ നിങ്ങളുടെ കസ്റ്റമൈസ് ആണ്, അതായത് ഇപ്പൊ എല്ലാ സാധനങ്ങളും കസ്റ്റമൈസ് ചെയ്താണല്ലോ വാങ്ങുന്നത്. അപ്പൊ നിങ്ങൾക്കാണ് എത്ര ക്വാണ്ടിറ്റി വേണം. അതായത് 1 അരയും കഴിഞ്ഞാൽ പിന്നെ 4 വരുന്നത്. 4 ഏറ്റവും കൂടുതലായി നമ്മൾ സെയിൽ ചെയ്യുക, അതായത് ഏറ്റവും വലിയ ക്വാണ്ടിറ്റി. ഇനി നിങ്ങൾക്ക് 20 വേണ്ടത്, ഒരു കൂടുതൽ പോർഷൻ അടിക്കാനുണ്ട് എങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 1 വീക്ക് കൊണ്ട് അത് പ്രൊഡക്റ്റ് ഇറക്കി നിങ്ങൾക്ക് എന്താക്കി തരുന്നതായിരിക്കും, എത്തിച്ചു തരുന്നതായിരിക്കും. അങ്ങനെയാണ് നമ്മൾ എപ്പോക്സി ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അതുപോലെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതൊരു കാരണവശാലും മറന്നു പോകരുത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ എപ്പോക്സിയെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കത് മനസ്സിലാവുന്നതായിരിക്കും. താങ്ക് യു.